മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കൊറ്റക്കൊമ്പൻ ഇറങ്ങി. നയമക്കാട് എസ്റ്റേറ്റ് ലയത്തിനോട് ചേർന്നാണ് കാട്ടാനയുള്ളതിപ്പോൾ. ദേവികുളത്ത് കാട്ടാനക്കൂട്ടം കാറും ആക്രമിച്ചുവെന്ന വാർത്ത വരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യം ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. വിവരങ്ങളുമായി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, യഥാർത്ഥത്തിൽ ഈ കാട്ടാന ഇപ്പോഴും അവിടെ ഉണ്ടോ? പടയപ്പയാണോ ഇയാൾ? കാട്ടാനയും അതുപോലെ തന്നെ കാട്ടാന കൂട്ടവും ഈ മൂന്നാർ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നയമക്കാടാണ് ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത്. നയമക്കാട് എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്നാണ് ഈ കാട്ടാന എത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. RRT ആനയെ നിരീക്ഷിക്കുകയാണ്. അതുകൂടാതെയാണ് ദേവികുളത്ത് കാട്ടാന കൂട്ടം ഒരു വാഹനം, ദേവികുളം സ്വദേശി മുരുകന്റെ വാഹനം കാട്ടാനെ ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു. സമീപത്ത് വാഴകൃഷി ഉൾപ്പെടെ കാട്ടാന നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെയും RRTയുടെ നിരീക്ഷണമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി കാട്ടാന ആക്രമണങ്ങളും കാട്ടാന ശല്യങ്ങളും രൂക്ഷമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മഴ മാറി വെയിൽ തെളിഞ്ഞു, ഭക്ഷണം തേടി ഈ ആനകളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും വനംവകുപ്പിന്റെ ഒരു പ്രത്യേക ജാഗ്രത ഈ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇവിടുത്തെ ഈ കട്ടപ്പനയിലെ നാട്ടുകാർ ഒരുപാട് നാളുകളായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കട്ടപ്പന ടൗണിൽ, കട്ടപ്പന പുളിയമ്മല സംസ്ഥാന പാതയിൽ ഒരു വലിയ കുഴിയുണ്ട്. ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപത്താണ് ഈ വലിയ കുഴി. അവിടെ ആ കുഴി എന്ന് പറഞ്ഞാൽ നിസ്സാര കുഴിയല്ല. കാണുമ്പോൾ അതൊരു ചെറിയ കുഴിയായിട്ടൊക്കെ തോന്നുമെങ്കിലും അത് ഭയങ്കര തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ കുഴിയിലേക്ക് ഒരു ഉറവ വരുന്നുണ്ട്. ആ ഉറവ വന്നതുകൊണ്ട് ഇവിടെ വലിയൊരു ഗർത്തം രൂപപ്പെട്ടിരിക്കുകയാണ്. ബൈക്ക് യാത്രക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പോൾ രണ്ട് സൈഡിലുള്ള ഫുട്പാത്തിൽ കൂടെയാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്തെങ്കിലും നടപടി പൊതുമരാമത്ത് വകുപ്പ് ഉണ്ടാക്കുമോ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുകയും ചെയ്യുന്നത്. രാഹുൽ വിജയൻ ശ്രദ്ധയിൽപ്പെടുത്തിയ കാര്യം PWDയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ കൊണ്ടുവരുന്നു.